ആഗോളതലത്തിൽ തന്നെ എണ്ണയുടെ വില വർദ്ധിക്കുന്നത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ട്രംപിന്റെ തന്ത്രങ്ങളെല്ലാം തന്നെ എണ്ണ വിലയിൽ തട്ടി പാളുകയാണ് ചെയ്യുന്നത്. ഏകദേശം 140 ബില്യൺ ബാരൽ എണ്ണയാണ് കടലിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ എണ്ണയ്ക്ക് US ഉപരോധം പിൻവലിക്കാൻ ആലോചിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 10 ദിവസം മുതൽ 2 ആഴ്ച വരെ ലോകത്താവശ്യമായ വിതരണത്തിനുള്ള എണ്ണയാണ് ഇത്തരത്തിൽ കപ്പൽ അവിടെ തന്നെ വിടാത്ത പക്ഷം കുടുങ്ങിക്കിടക്കുന്നതായി തന്നെ സൂചിപ്പിക്കുന്നത്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയ്ക്കായാണ് ഇളവ് അനുവദിക്കുന്നത്. നേരത്തെ തന്നെ ടാങ്കുകളിൽ ലോഡ് ചെയ്തതും എന്നാൽ ഉപരോധം കാരണം വിൽക്കാൻ സാധിക്കാത്തതുമായ എണ്ണയ്ക്കാണ് ഇപ്പോൾ ഇളവ് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുമെന്നാണ് US ട്രഷറി സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എണ്ണവില നിലവിൽ ബാരലിന് $100 മുകളിലാണ് വില. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതും ടാങ്കുകൾക്ക് നേരെയുള്ള ആക്രമണവുമാണ് ഇതിന് കാരണം. ഹോർമൂസ് അടച്ചതോടുകൂടി തന്നെ 10 മുതൽ 14 മില്യൺ ബാരൽ വിതരണത്തിൽ കുറവുണ്ടായിരിക്കുകയാണ്. ഇറാനിയൻ ഓയിൽ വിപണിയിലെ അതായത് ഈ വിപണിയിൽ എത്തിക്കാൻ തന്നെ 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ വില കുറയ്ക്കാൻ കാരണമായേക്കുമെന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സമാന രീതിയിൽ കപ്പലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ അത് വിൽക്കാൻ നേരത്തെ തന്നെ US അനുമതി നൽകിയിരുന്നു. അത് ഏകദേശം 130 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇവിടെ വിപണിയിലേക്ക് എത്തിച്ചത്. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ നിന്നും അധിക എണ്ണ റിലീസ് ചെയ്യാൻ US പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ തന്നെ G7 രാജ്യങ്ങൾ 400 ദശലക്ഷം ബാരൽ വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ജപ്പാൻ ആവശ്യമായ എണ്ണയുടെ ഭൂരിഭാഗവും വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അതേസമയം രാജ്യാന്തര എണ്ണവില $110 മുകളിലേക്ക് എത്തുകയും മറ്റ് ക്രൂഡ് ഓയിലിനാകട്ടെ $111 അതിന് വില ഈ ഒരു രീതിയിൽ ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. ഊർജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് വില കുതിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്രകൃതിവാതക കയറ്റുമതി പ്ലാന്റിന് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. ഈ മിസൈൽ ആക്രമണത്തിലാകട്ടെ വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. നിലവിൽ 140 ബില്യൺ ബാരൽ ഇറാനിയൻ എണ്ണ നിലവിൽ കുടുങ്ങിക്കിടക്കുകയുമാണ്. 10 ദിവസം മുതൽ 2 ആഴ്ച വരെ ലോകത്ത് ആവശ്യമായ വിതരണത്തിനുള്ള എണ്ണയാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. എണ്ണ വിതരണം വർദ്ധിക്കുകയും വില കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമായി തന്നെ ഇപ്പോൾ എണ്ണവില നിലവിൽ ബാരലിന് $100 മുകളിലായി എത്തിയതിൽ നിൽക്കുന്ന ആ ഒരു അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതും ടാങ്കുകൾക്ക് നേരെയുള്ള ആക്രമണവുമാണ് ഇതിന് കാരണം. ഹോർമൂസ് അടച്ചതോടുകൂടി തന്നെ 10 മുതൽ 14 മില്യൺ ബാരൽ വിതരണത്തിൽ കുറവുണ്ടാവുകയും അതേപോലെ തന്നെ ഇറാനിയൻ ഓയിൽ വിപണിയിൽ എത്തിയാൽ 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ തന്നെ അത് വലിയ വില കുറയ്ക്കാൻ ഇത് കാരണമായേക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. സമാന രീതിയിൽ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ വിൽക്കാൻ നേരത്തെ US അനുമതി നൽകുകയും ഏകദേശം 13 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇത്തരത്തിൽ വിപണിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വന്ന മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ ശക്തമായ ആക്രമണം അറബ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇറാൻ അഴിച്ചുവിട്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് വൻ ആക്രമണം ഉണ്ടായത്. ഇതിന് വലിയ സന്നാഹങ്ങൾ ഉണ്ടായതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി തന്നെ ഖത്തറിലെ LNG പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആഗോള ഊർജ്ജ വിപണിയെ ഇത് വലിയ പ്രതിസന്ധിയിലാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അമേരിക്ക ആകട്ടെ ഇതിന് ഇളവ് നൽകുന്നതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.